കുറച്ചധികം കാലങ്ങൾക്ക് ശേഷം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ലിപ്സ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് കാണാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. കുറേ ആയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നു, പച്ചക്കറി പലചരക്കും മാത്രമാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രസമല്ലല്ലോ. ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സംഭവം ഫോൾസ് ഇങ്ങോട്ട് തീർന്നിട്ടില്ല, എന്നാൽ സ്നോ ഇങ്ങോട്ട് വരികയും ചെയ്തപ്പോൾ ഈ കളേഴ്സും വൈറ്റും കൂടെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെന്തായാലും ജാക്കറ്റും പരിപാടികളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ ഹാൻഡ് ക്രീമാണ് ഇട്ടത്, കാരണം ഭയങ്കരമായിട്ട് ബോഡി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് യൂസ്ഡ് ആയിട്ട് വരണം. നമ്മൾ പുതിയൊരു മാളിലേക്കാണ് വന്നത്. എന്താണ് റോക്ക് ലാൻഡോ അങ്ങനെ എന്തോ അതിന് മാളിൻ്റെ പേര്. ഞാനതിന് മുന്നേ അവിടെ വന്നിട്ടില്ല കേട്ടോ. കാക്കു ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം മുമ്പെന്നോ വന്നതാണ് എന്ന് പറയുന്നത് കേട്ടു. നല്ല മോളേന് കേട്ടോ. ഒരുവിധം അത്യാവശ്യം നല്ല ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നമ്മളിന്ന് മെയിൻ ഫോക്കസ് സെഫോറയാണ്. അപ്പോൾ സെഫോറ പൊതുവേ എപ്പോഴും മാളിൻ്റെ നമ്മൾ ചെല്ലുന്ന ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്, പൊതുവേ ഉണ്ടാവാറുണ്ട്. ഒരുവിധം തപ്പേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കടന്നു റൗണ്ട് അടിക്കുക തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്കിലൊക്കെ പോയിട്ടാണ് ചോദിച്ച് 3rd ഫ്ലോറിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് തെണ്ടിത്തിരിഞ്ഞ് എത്തുന്നത്. അപ്പോൾ സെഫോറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മളൊന്ന് ഒരു വാക്ക് നടത്തണം. എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നു, ഏതൊക്കെ റേഞ്ചിലൂടെ നമുക്ക് പോവാം എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനം നമ്മൾ നടത്തണം. പിന്നെ ഇന്ന് വരാനുള്ള മെയിൻ കാരണം എനിക്കൊരു നയാസിനമൈഡ് മേടിക്കേണ്ടിയിരുന്നു. പിന്നെ എനിക്കൊരു നല്ലൊരു മേക്കപ്പ് റിമൂവർ വാങ്ങേണ്ടിയിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള വാട്ടർ പ്രൂഫ് മസ്കാര അതിനോണ്ട് അതൊരു ആവശ്യത്തിൽ വാങ്ങിയതാണ്. അത് എങ്ങനെ ആയാലും അത് കണ്ണുമെന്ന് പോവില്ല. അത് കളയുമ്പോഴത്തേന് 2-3 ലാഷസ് എങ്കിലും പോവും. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ H&M ജസ്റ്റ് ഒന്ന് കയറി ഒരു ടോപ്പൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര ഭംഗിയുള്ള സ്കൈ ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ക്ലൗഡ് ബെഡൊക്കെ നമ്മൾ റോട്ടിൽ കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പണ്ട് യെല്ലപ്പെട്ടിയിൽ പോണ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കണ്ടതിന് ശേഷം ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്.